വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണമാറ്റം സംഭവിച്ച UDF സർക്കാരുകൾ അധികാരമേറ്റെടുത്തതോടെ പ്രതിപക്ഷ നിരയിലേക്ക് മാറിയ SFIയും DYFIയും തെരുവുകളിൽ ശക്തമായ സമരാവേശത്തിലേക്ക് കടക്കുകയാണ്. സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ സജീവമാകുന്ന സാഹചര്യത്തിൽ ജനകീയ സമരങ്ങളെ നേരിടാൻ പോലീസിന്റെ പുതിയ ആയുധമായി മുളക് സ്പ്രേ എത്തുന്നതായുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ സമരങ്ങളെ അടിച്ചമർത്താനല്ല, മറിച്ച് ഡ്യൂട്ടിക്കിടയിൽ പോലീസുകാരുടെ സ്വയം രക്ഷയ്ക്കായി മാത്രമാണ് ഇത് സജ്ജമാക്കുന്നതെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. രാത്രികാലങ്ങളിലോ ഒറ്റപ്പെട്ട മേഖലകളിലോ പെട്രോളിങ്ങിനും അന്വേഷണങ്ങൾക്കും പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടാകുന്ന പെട്ടെന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനാണ് സെൽഫ് പ്രൊട്ടക്ഷൻ എയറോസോൾ ഡിവൈസ് എന്ന നിലയിൽ ചില്ലി സ്പ്രേ വാങ്ങുന്നത്. മുൻപും ഇത് വാങ്ങിയിട്ടുണ്ടെന്നും 5 വർഷമാണ് ഇതിന്റെ കാലാവധിയെന്നും DGP ഓർമ്മിപ്പിച്ചു. ജനക്കൂട്ടത്തെ നേരിടാനല്ല, മറിച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ജീവനും ശരീരത്തിനും സംരക്ഷണം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. 750 ചില്ലി സ്പ്രേകൾ വാങ്ങാനുള്ള DGPയുടെ ശുപാർശയ്ക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഭരണാനുമതി നൽകിക്കഴിഞ്ഞു. BSFന്റെ തെക്കൻപൂരിലുള്ള ടിയർസ്മോക്ക് യൂണിറ്റിൽ നിന്നാണ് ഇവ വാങ്ങുക. പോലീസിലെ യന്ത്രസാമഗ്രികളും ഉപകരണങ്ങളും എന്ന അക്കൗണ്ടിലുള്ള 4,50,750 രൂപ വിനിയോഗിച്ചാണ് ഇതിനുള്ള നടപടികൾ പൂർത്തിയാക്കുന്നത്. ശക്തമായ ആക്രമണങ്ങൾ തടയുന്നതിനും വനിതാ പോലീസുകാരുടെ അടക്കം സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത് ഉപകരിക്കും. സാധാരണക്കാർക്ക് നേരെ ലാഘവത്തോടെ ഇത് ഉപയോഗിക്കാൻ പോലീസിന് അനുമതിയില്ല. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വളരുന്ന സാധാരണ മുളകിനേക്കാൾ 20 മടങ്ങ് എരിവുള്ള ഭൂത് ജലോക്കിയ ഉപയോഗിച്ചാണ് DRDOയുടെ സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. മുളക് സ്പ്രേക്ക് പുറമെ സമര അന്തരീക്ഷങ്ങളെ നേരിടാൻ 2500 ടിയർ സ്മോക്ക് ഷെൽ, 2500 സ്റ്റൺ ഷെൽ, 2500 സ്റ്റൺ ഗ്രനേഡ്, 2500 ടിയർ സ്മോക്ക് ഗ്രനേഡ് എന്നിവ വാങ്ങാനും അനുമതിയായിട്ടുണ്ട്. 1,16,00,000 രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത്. മുളക് സ്പ്രേ പ്രയോഗിക്കുന്നത് കണ്ണ്, മൂക്ക്, നഖം എന്നിവിടങ്ങളിൽ കടുത്ത പുകച്ചിലും ചുമയും കാഴ്ച തടസ്സവും ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ദുരുപയോഗം തടയാൻ കർശന നിയന്ത്രണമുണ്ടാകും. മുൻപ് പെട്രോളിങ്ങിനിടെ വ്യക്തിപരമായ തർക്കത്തിൽ പൗരന്റെ കണ്ണിൽ മുളക് സ്പ്രേ അടിച്ച SIയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയ സംഭവങ്ങളും നിലവിലുണ്ട്. എങ്കിലും രാഷ്ട്രീയ സാഹചര്യം മാറിയതോടെ പ്രതിപക്ഷം തെരുവിലിറങ്ങുന്ന പുതിയ കാലഘട്ടത്തിൽ പോലീസിന്റെ സുരക്ഷാ സജ്ജീകരണങ്ങളിൽ വരുത്തുന്ന ഈ മാറ്റങ്ങൾ ഭരണ പ്രതിപക്ഷ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. സംസ്ഥാനത്ത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണമാറ്റം സംഭവിക്കുകയും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങളും തെരുവ് സമരങ്ങളും ഉയർന്നു വരികയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പോലീസിന്റെ പുതിയ സുരക്ഷാ സജ്ജീകരണങ്ങൾ വൻ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണപ്പെടുന്നത്. ഡ്യൂട്ടിക്കിടെയുള്ള ഉദ്യോഗസ്ഥരുടെ സ്വയംരക്ഷയ്ക്കാണ് സെൽഫ് പ്രൊട്ടക്ഷൻ എയറോസോൾ ഡിവൈസ് അഥവാ മുളക് സ്പ്രേ വാങ്ങുന്നതെന്നാണ് DGP റവാഡ ചന്ദ്രശേഖറിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഔദ്യോഗിക വിശദീകരണമെങ്കിലും തെരുവിലിറങ്ങുന്ന പ്രതിപക്ഷ യുവജന സംഘടനകൾക്ക് ഇതൊരു കനത്ത മുന്നറിയിപ്പ് തന്നെയാണ്. അതീവ ശേഷിയുള്ള ഭൂത് ജലോക്കിയ അധിഷ്ഠിത സ്പ്രേയും മറ്റ് പ്രക്ഷോഭ പ്രതിരോധ ഉപകരണങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ കർശനമായ നിയന്ത്രണങ്ങളും ആവശ്യമുണ്ട്.